ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും ഇവർ വിവാഹിതരായ സീരിയലിൽ ഇന്നത്തെ നല്ലൊരു എപ്പിസോഡിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ. ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് നയനെ എടുത്ത് പ്രണയം തുറന്നു പറയാണ് അജയ് കേട്ടോ. അജയ് കയ്യിലൊരു റോസാപ്പൂ നയനയുടെ നേരെ നിന്നിട്ട് പറയുന്നുണ്ട്, നയന ഐ ലവ് യു, വിൽ യു മാരി മീ എന്ന് പറഞ്ഞിട്ട് ആ റോസ പൂ നേരെ നീട്ടുമ്പോഴേക്കും നയന ഒന്ന് അജയുടെ മുഖത്തേക്ക് നോക്കുന്നുണ്ട്. അജയ് റോസാപ്പൂ നയന മേടിക്കാതാകുമ്പോ അജയുടെ മുഖം ഒന്ന് മാറുന്നുണ്ട് കേട്ടോ. നയന കുറച്ച് ദേഷ്യത്തിൽ അജയിനെ നോക്കാണ്. അജയ് പെട്ടെന്ന് തന്നെ നയനയുടെ അടുത്ത് പറയുന്നുണ്ട്, സോറി, ക്ഷമിക്കണം, തനിക്ക് ഇഷ്ടമല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട്ഷിപ്പ് ഒരിക്കലും കട്ട് ചെയ്യരുത്, എനിക്ക് അത്രേ പറയാനുള്ളൂ, ഇപ്പൊ സംസാരിക്കണ പോലെ എന്നോട് സംസാരിക്കണം, ഫ്രണ്ട്ഷിപ്പ് ഒന്ന് കട്ട് ചെയ്യല്ലേ എന്ന് ചോദിക്കുകയാണ്. അത് പറയുമ്പോഴേക്കും നയനെ പതുക്കെ ഒന്ന് ചിരിക്കുന്നുണ്ട്. അപ്പൊ അജയ് ഇങ്ങനെ നയനയുടെ മുഖത്ത് നോക്കാട്ടോ. നയനെ പറയുന്നുണ്ട്, അല്ല നിനക്ക് എന്നോട് ആത്മാർത്ഥ പ്രണയം വേണ്ടോ, ഒരു റിയൽ ലവ്, നിന്റെ മുഖത്ത് പ്രണയം തുളുമ്പുന്നുണ്ട് എന്ന് പറയുമ്പോ അതെ, എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമാണ്. ഞാൻ ആലോചിച്ചത് വേറെ ഒന്നുമല്ല, എന്തുകൊണ്ടാ നീ ഇത്രയും നാളായിട്ട് ഇത് പറയാത്തേന്ന് ഞാൻ ആലോചിക്കുകയായിരുന്നു എന്ന് പറയുന്നിട്ട് നയന ഇങ്ങനെ ചിരിക്കുകയാണ്. അത് കേൾക്കുമ്പോൾ അജയുടെ മുഖം ഒന്ന് തെളിയുന്നുണ്ട് കേട്ടോ. നയനെ പറയുന്നുണ്ട്, ഐ ലവ് യു ടു അജയ് എന്ന് പറയാണ്. അത് കേൾക്കുമ്പോൾ തന്നെ അജയ് നയനെ വേഗം കെട്ടിപ്പിടിക്കാട്ടോ. പിന്നീട് അവരുടെ ഒരു പ്രണയരംഗം ചെറിയൊരു പാട്ടോട് കൂടി കാണിക്കാണ്. രണ്ടുപേരും പള്ളിയിലും അതുപോലെ തന്നെ നയന ക്രിസ്ത്യനാണ്, അപ്പൊ പള്ളിയിലും പോകുന്നുണ്ട്, അതുപോലെ തന്നെ അമ്പലത്തിലും പോകുന്നുണ്ട്. പിന്നെ രണ്ടുപേരും കൂടി കറങ്ങാൻ പോകുന്നുണ്ട്. രണ്ടുപേരും ഭയങ്കര കളി ചിരി തമാശയായിട്ട്, ശരിക്കും പറഞ്ഞാൽ ലവറിനേക്കാൾ അപ്പുറം ശരിക്കും ഒരു ഒന്നിക്കണ ഒരു ഭാര്യ ഭർത്താവുന്ന രീതിയിൽ അവർ നന്നായിട്ട് ഒരു അടിച്ചു പൊളിച്ച് പ്രണയിച്ച് ജീവിച്ചിട്ടുണ്ടായിരുന്ന ഒരു സമയം ഉണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ ആലോചിച്ചിട്ട് അജയ് ഇപ്പൊ ആകെ വിഷമിച്ചിരിക്കുകയാണ്. പിന്നീട് കാണിക്കുന്ന രാത്രിയാണ്. രാത്രി നമ്മൾ ഒരുപാട് വൈകിട്ട് അച്യുതനും അതുപോലെ തന്നെ നമ്മുടെ മോളും കൂടിയിട്ട് ഭൂമിയും കൂടി തിരിച്ച് വീട്ടിലേക്ക് വരുവാണ്. അപ്പൊ വീടെത്തുമ്പോഴേക്കും നമ്മുടെ ഭൂമി നല്ല ഉറക്കമായിട്ടുണ്ടായി. അപ്പൊ അച്യുതൻ വിളിക്കണം, മോളെ മോളെ എഴുന്നേക്ക്, ദേ വീടെത്തി. അപ്പോ ഭൂമി വീട്ടിലേക്കൊന്ന് നോക്കുവാണ്. എന്നിട്ട് പറയണ്ട്, നാളെ അമ്പലത്തിൽ പോയിട്ട് ഒരു തേങ്ങ ഉടയ്ക്കണം എന്ന് പറയാണ്. തേങ്ങയോ? അതിനെ മോളെ തേങ്ങ ഉടയ്ക്കണത് അല്ല, ഈ വണ്ടി ഇന്ന് ഫുള്ളും കറങ്ങി, പക്ഷെ ഒരു പ്രാവശ്യം പോലും ഓഫായില്ല. അതെ, ഈ വണ്ടിക്ക് ഇപ്പൊ ഭയങ്കര ഒരു സ്റ്റാമിനയാ മോളെ, പഴയ ആരോഗ്യമൊക്കെ തിരിച്ചു വന്നു വണ്ടിക്ക്, ഇനി ഇവൻ ഒരിക്കലും മരിക്കില്ല എന്ന് പറയാണ്. ഇവൻ മാത്രല്ല ഞാനും മരിക്കില്ല എന്ന് അച്യുതൻ പറയുമ്പോ പെട്ടെന്ന് തന്നെ ഭൂമി അച്യുതന്റെ മുഖത്തേക്ക് നോക്കാട്ടോ. എന്നിട്ട് നമ്മുടെ അച്യുതൻ പുറത്തേക്ക് ഇറങ്ങിയിട്ട് വണ്ടി ഒന്ന് നോക്കുന്നുണ്ട്. ഈ വണ്ടി എന്റെ ജീവനാ മോളെ, ജീവന്റെ ജീവൻ. ഈ വണ്ടി ഒരുപാട് എനിക്ക് ഇഷ്ടമാണ്. ഈ വണ്ടിയെ പഴയ പോലെ തന്നെയായി, കണ്ടില്ലേ, ഈ വണ്ടി പോലെ തന്നെയാ ഞാനും. ഈ വണ്ടി എപ്പോ നിൽക്കുന്നു അപ്പൊ ഞാൻ മരിക്കും. ഈ വണ്ടി ഇപ്പൊ നല്ല സ്ട്രോങ് ആ, ഇനി ഞാനും സ്ട്രോങ് ആ, നോക്കിയോ, ക്യാൻസർ പോലെ രോഗം വന്നാൽ പോലും എന്നെ തോൽപ്പിക്കാനാവില്ല. അത് കേൾക്കുമ്പോ ഭൂമി വേഗം അച്യുതന്റെ അടുത്തേക്ക് പോവാണ്. അച്ഛന് നല്ല മനോധൈര്യം ഉണ്ടല്ലോ, എപ്പോഴും മനോധൈര്യം വേണോ അച്ഛാ? ഈ ഡോക്ടർമാർക്ക് എന്താ പറയണെന്ന് അറിയാവോ, നമുക്ക് എന്ത് അസുഖം ഉണ്ടെങ്കിലും മനോധൈര്യം ഉണ്ടെങ്കിൽ പിടിച്ചു നിൽക്കാന്ന്. അങ്ങനെയാണ് മോളെ, ഇനി മനോധൈര്യം എനിക്ക് ഉണ്ടെന്ന് കാണിക്കാൻ ക്യാൻസർ പോലെ അസുഖം വരുമെന്നാണ് മോള് പറയണത്. അയ്യോ അച്ഛാ, അങ്ങനൊന്നും പറയില്ലേ, ചുമ്മാ പറഞ്ഞാ മോളെ, എനിക്ക് ഒരു കുഴപ്പം വരില്ല, അഥവാ എന്ത് അസുഖം വന്നാലേ ഞാൻ സ്ട്രോങ് ആയിട്ടിരിക്കും, ഞാൻ അത്രക്ക് മനോധൈര്യം ഉണ്ട്, പിന്നെ എന്റെ മോൾ എന്റെ കൂടെ തന്നെ ഇല്ലേ എന്ന് പറഞ്ഞിട്ട് അച്യുതൻ അകത്തേക്ക് പോവാണ്. അതൊക്കെ കേൾക്കുമ്പോൾ ഭൂമിക്ക് ആകെ വിഷമവും സങ്കടവും എല്ലാം തന്നെ വരുന്നു കേട്ടോ. ഭൂമിയും അകത്തേക്ക് പോവാണ്. അപ്പോഴേക്കും അംബികയും നമ്മുടെ ലക്ഷ്മി അവിടെ ഉണ്ട്. അംബിക പറയണ്ട്, അലോ, അച്ഛനും മോളും കൂടി എവിടെ പോയി കിടക്കുമായിരുന്നു? ബോബനും മോളി എത്തിയോ? സമയം 1 മണി ആവാനായി, എവിടെ പോയി കിടക്കായിരുന്നു രണ്ടുപേരും എന്ന് ചോദിക്കുമ്പോഴേക്കും അച്യുതൻ പറയണ്ട, അതോ ഞങ്ങളെ ഒന്ന് കറങ്ങാനൊക്കെ പോയി. അപ്പൊ അത് കേട്ട് ഭൂമി പറയണ്ട, അതെ ഞങ്ങളൊരു സിനിമക്ക് പോയി. സിനിമക്കോ എന്ന് അംബിക ചോദിക്കുമ്പോ, അതെ സിനിമക്ക്, ഒരു നാടകക്കാരിയുടെ പ്രണയ കഥ. സത്യം എന്ന് അംബിക ചോദിക്കുമ്പോ അച്യുതൻ പണ്ട് ചുമ്മാ പറഞ്ഞതാ അവള്, ഞങ്ങള് വെറുതെ പുറത്തൊക്കെ ഒന്ന് കറങ്ങാൻ പോയതാ. അച്ഛാ സംസാരിച്ചിരിക്കല്ലേ, ഈ ഡ്രസ്സ് ഒന്ന് ഇട്ടിട്ട് വന്നേ. എന്തിനാ മോള് ഈ സമയത്ത് ഈ ഡ്രസ്സ് ഇടുന്നത്? അതെ കറക്റ്റ് ആണോ നോക്കാനാ. അച്ഛൻ വേഗം ഡ്രസ്സ് ഇട്ട് വന്നേ. മോള് പറഞ്ഞതില്ലേ നിങ്ങൾ പോയി ഇട്ടിട്ട് വാ എന്ന് പറഞ്ഞിട്ട് കയ്യിലെ ഒരു കവർ നമ്മുടെ അച്യുതനെ കൊടുക്കായിട്ട് നമ്മുടെ ഭൂമി അച്യുതൻ ആ ഡ്രസ്സായിട്ട് അകത്തേക്ക് കയറി പോകണ്ട്. ഭൂമി ആ സമയത്ത് അംബികയെടുത്ത് ചോദിക്കണ്ട, അമ്മേ എല്ലാം റെഡിയാണല്ലോ അല്ലേ? എല്ലാം റെഡിയാണ്. അപ്പൊ ഭൂമി പറയണ്ട, അച്ഛനെ സംശയം തോന്നിക്കാതിരിക്കാനാ ഇത്രയും സമയം അച്ഛനായിട്ട് പുറത്ത് ചുറ്റിക്കൊണ്ടിരുന്നത്. എല്ലാം റെഡിയാണ് മോളെ എന്ന് പറയണം. അപ്പോഴേക്ക് അച്യുതൻ പുറത്തേക്ക് വരുവാട്ടോ ഡ്രസ്സ് ഇട്ടിട്ട്. അത് കാണുമ്പോൾ അംബിക പറയണ്ട, കറക്റ്റ് സൂപ്പർ, ഈ ഡ്രസ്സ് അച്യുതേട്ടനെ നന്നായിട്ട് ചേരുന്നുണ്ട്. ഭൂമി പറയണ്ട, കൊള്ളാലോ അച്ഛാ, ഇതിട്ടപ്പോഴേ അച്ഛന് നല്ല സൂപ്പർ ആയിട്ടുണ്ട്. അല്ല മോളെ, എന്തിനീ പാതിരാത്രി ഫാൻസി ഡ്രസ്സ് ഒക്കെ ഇട്ടിട്ട് വരാൻ പറഞ്ഞത്? അതൊക്കെ ഉണ്ട്, അച്ഛൻ വാ എന്ന് പറഞ്ഞിട്ട് അപ്പുറത്തെ റൂമിലേക്ക് കൊണ്ടുപോകണം. അവിടെ ലൈറ്റ് ഒന്നും ഇല്ല കേട്ടോ. ലൈറ്റ് ഓൺ ആക്കുമ്പോ അച്ഛൻ നെട്ടിപ്പോവാണ്. നോക്കുമ്പോ കേക്കും അതുപോലെ കുറെ അലങ്കാരങ്ങളും കുറെ ലൈറ്റുകളും എല്ലാം ഇങ്ങനെ തൂക്കിയിട്ടിരിക്കുക കേട്ടോ. അത് കാണുമ്പോൾ അച്ഛന്റെ കണ്ണ് നിറയണം. അച്ഛനെ മനസ്സിലായി തന്റെ ബർത്ത്ഡേ ആണെന്ന്. കേക്കില് ഹാപ്പി ബർത്ത്ഡേ അച്യുതേട്ടാ എന്ന് എഴുതിയിട്ടുണ്ട് കേട്ടോ. അച്യുതന് ഭയങ്കര സന്തോഷമാണ്. പിന്നെ
പിന്നെ അടുത്തുള്ള ആൾക്കാരൊക്കെ വരുന്നുണ്ട് കേട്ടോ. എല്ലാവരുടെ കയ്യിൽ സമ്മാനപ്പൊതി ഉണ്ട്. അത് കാണുമ്പോൾ ഭൂമി ചോദിക്കണ്ട, ആഹാ കൊള്ളാലോ, എല്ലാവരുടെ കയ്യിൽ സമ്മാനപ്പൊതി ഉണ്ടല്ലോ, ചേട്ടാ പെൻഷൻ കിട്ടുന്ന പൈസയൊക്കെ സമ്മാനം മേടിച്ച് തീർത്തോ? നമ്മുടെ അച്യുതനെ വേണ്ടിട്ടല്ലേ മോളെ? ആ കൊള്ളാം, മോൻ തരുന്ന പൈസയൊക്കെ സമ്മാനം മേടിച്ചോല്ലേ ഈ ചേട്ടനും? അയ്യോ അത് ഞാൻ പിന്നെ നമ്മുടെ അച്യുതനെ വേണ്ടിട്ടല്ലേ എന്നൊക്കെ പറഞ്ഞാൽ എല്ലാവരും അവരെ കൊണ്ട് പറ്റുന്ന സമ്മാനമൊക്കെ മേടിച്ചോണ്ട് വരുമെന്ന് കേട്ടോ. ഭൂമി പറയണ്ടേ എന്തായാലും ഭയങ്കര സന്തോഷമുണ്ട് എന്നൊക്കെ പറയണം. അച്ഛാ കേക്ക് കട്ടെ, സമയം ഒത്തിരിയായി. എല്ലാരും ഇതൊക്കെ നടത്തിയത് ഈ ചേട്ടന്മാരൊക്കെയാണ് കേട്ടോ, ഇതിന്റെ പ്രൊഡ്യൂസറും ഡയറക്ടറൊക്കെ ഇവരെല്ലാവരും എന്ന് ഭൂമി ഇങ്ങനെ പറയാണ്. ശേഷം അച്യുതൻ കേക്ക് കട്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെ എല്ലാവർക്കും കേക്ക് കൊടുത്തു കഴിയുമ്പോഴേക്കും അച്യുതന്റെ മൂക്കിൽ നിന്ന് ചെറിയൊരു ബ്ലഡ് വരുവാണ്. അത് അംബിക ശ്രദ്ധിക്കുന്നുണ്ട്. അയ്യോ അച്യുതേട്ടാ, ദേ മൂക്കിൽ നിന്ന് ബ്ലഡ് വരുന്നു, എവിടെ? എന്നിട്ട് അച്യുതൻ നോക്കുമ്പോഴേക്കും പെട്ടെന്ന് ഭൂമി ഒന്ന് ഞെട്ടിപ്പോട്ടോ. അമ്മേ അത് പേടിക്കണ്ട, അത് ഞങ്ങളെ കഴിഞ്ഞ ദിവസം ഇതുപോലെ മൂക്കിൽ നിന്ന് ബ്ലഡ് ഡോക്ടറെ കണ്ടതാ. ഡോക്ടറെ കണ്ടോ എന്ന് അംബിക ചോദിക്കുമ്പോൾ അച്യുതൻ പറയണ്ട, അതേ അംബികയെ ഞങ്ങളെ കഴിഞ്ഞ ദിവസം ഇതുപോലെ ബ്ലഡ് വന്നപ്പോഴേ ഡോക്ടറെ പോയി കണ്ടതാ, ഒരു കുഴപ്പമില്ല, ടെസ്റ്റും കാര്യങ്ങളൊക്കെ ചെയ്തതാ, ഒരു കുഴപ്പമില്ല. അപ്പൊ അടുത്തുള്ള ചേട്ടന്മാര് പറഞ്ഞിട്ട് മോളെ അച്ഛനെ ഒന്നും കൂടി ഹോസ്പിറ്റലിൽ ഒന്ന് കാണിക്കട്ടോ, അച്യുതേട്ടന് ചെറിയ ക്ഷീണമൊക്കെ ഉണ്ട്, അച്യുത നീ പോയി കിടക്ക് എന്ന് പറയാണ്. അങ്ങനെ അച്യുതൻ കിടക്കാൻ വേണ്ടി പോകുന്നുണ്ട്. അച്യുതൻ കിടക്കാൻ വേണ്ടി പോയി കഴിയുമ്പോഴേക്കും ഭൂമി അവിടെ ഇരുന്ന് പൊട്ടിക്കരയാട്ടോ. ഭൂമിക്ക് എന്ത് ചെയ്യണോന്ന് അറിയാതെ ആകെ വിഷമിച്ചിരിക്കുകയാണ് ഭൂമി. രാവിലെ തന്നെ ഭൂമി അമ്പലത്തിലേക്ക് പോയി പ്രാർത്ഥിക്കുകയാണ്. എന്റെ ഭഗവാനെ, എന്റെ അച്ഛന് ഒരു ആപത്തും വരുത്തല്ലേ, എന്റെ ജീവനും ജീവിതവും എല്ലാം എന്റെ അച്ഛനാണ്, അച്ഛനൊരു ആപത്തും വരുത്തല്ലേ ഭഗവാനെ എന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് ഭൂമി. ആ അമ്പലത്തിലേക്ക് വരുവാണ് നമ്മുടെ സത്യൻ കേട്ടോ. സത്യൻ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് വരാണ്, ഈശ്വര എന്റെ ഭാര്യക്കും മകൾക്കും ആയിട്ട് ഞാൻ അമ്പലത്തിൽ വരുന്നത്, അവര് നന്നായിട്ട് എവിടെയാണെങ്കിൽ അവർ സുഖമായിട്ട് ജീവിക്കണേ ഭഗവാനെ എന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടാണ് സത്യൻ വരുന്നത്. അങ്ങനെ സത്യൻ തിരുമേനിയുടെ കയ്യിൽ വഴിപാടിന്റെ റെസിപ്റ്റും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്. പ്രാർത്ഥിച്ചിറങ്ങുന്ന സമയത്ത് ഭൂമിനെ കാണും കേട്ടോ. അപ്പൊ സത്യം വിളിക്കണ്ട്, ഹലോ ഭൂമി എന്ന് പറഞ്ഞ് വിളിക്കുകയാണ്. ഭൂമി പെട്ടെന്ന് തിരിഞ്ഞു നോക്കാണ്, ആ ഇതാര് സാറോ എന്ന് പറഞ്ഞു. ആ അതെ, ആ സാറ് അമ്പലത്തിലൊക്കെ വരാറുണ്ടോ എന്ന് ഭൂമി ചോദിക്കുമ്പോ, അതെന്താ ഭൂമി എന്നെ കാണുമ്പോ ഒരു നിരീശ്വരവാദിനെ പോലെ തോന്നുന്നുണ്ടോ? അങ്ങനെ ചോദിച്ചാ ചെറുതായിട്ട്, അങ്ങനെയൊന്നുമില്ലടോ, മുമ്പൊക്കെ തിരക്ക് കാരണം അമ്പലത്തിൽ വരാൻ പറ്റില്ലായിരുന്നു, പിന്നെ ഇപ്പൊ വന്നതേ എന്റെ മോൾക്കും എന്റെ ഭാര്യക്കും വേണ്ടിട്ടാ. ആണോ? ആ അല്ല ഭൂമി ഇന്നെന്താ കട തുറന്നില്ലേ? ആ കടയിൽ ഞാൻ ഇനിയും വരുന്നു കേട്ടോ കാപ്പി കുടിക്കാനായിട്ട്. ആ സാറിന് ഓൾവേസ് വെൽക്കം എന്ന് പറയാണ് ഭൂമി. അല്ല ഭൂമി എന്നും അമ്പലത്തിൽ വരും? എപ്പോഴും വരാറില്ല സാർ. എപ്പോഴും വരാറില്ല സാർ, ഇന്ന് ഞാൻ വന്നത് എന്റെ അച്ഛനെ വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ടാണ് എന്ന് പറയാണ്. അപ്പൊ ഭൂമിയുടെ ഇതിനെ പറയണ്ട്, ഭൂമിനെ കാണുമ്പോഴേ എനിക്ക് എന്തോ ബന്ധമുള്ള പോലെ തന്നെ തോന്നുക എന്ന് സത്യം പറയുമ്പോ ഭൂമി ചോദിക്കണ്ട്, ബന്ധോ? എന്ത് ബന്ധം? അല്ല എന്റെ മോള് എന്ന് പറഞ്ഞ പോലെ എനിക്ക് തോന്നുക, എന്റെ മോളെ പോലെ എനിക്ക് തോന്നുക. ആ അതിനെന്താ, സാറിന്റെ മോളായിട്ട് കണ്ടോ എന്ന് ഭൂമി പറയാണ്. ആ അങ്ങനെ കാണാൻ കുറച്ച് കഷ്ടമാണ്, കാരണം മോളായിട്ട് കണ്ടു കഴിഞ്ഞാലേ എന്റെ വീട്ടിൽ വന്ന് നിൽക്കേണ്ടി വരും, എന്റെ മോളെ ഞാൻ എവിടെയും പറഞ്ഞേക്കില്ലല്ലോ. അയ്യോ അത് കുറച്ച് കഷ്ടമാ സാറേ എന്ന് ഭൂമി പറയാണ്. കാരണം ഭൂമിയും ആകാശവും ഈ ലോകം എത്ര തരാന്ന് പറഞ്ഞാലും ഞാൻ വരില്ല, കാരണം എന്റെ അച്ഛനെ വിട്ട് ഞാൻ എവിടെയും വരില്ല. ഓഹോ, ഭൂമിക്ക് ഭൂമിയുടെ അച്ഛനെ അത്ര ഇഷ്ടമാണോ? അതെ, എന്റെ ജീവനാണ് എന്റെ അച്ഛൻ, ഭൂമിയുടെ അച്ഛന്റെ ഭാഗ്യം എന്ന് സത്യം പറയാണ്. എങ്കിൽ ഞാൻ ഇറങ്ങട്ടെ ഭൂമി, ഒരു ദിവസം കടയിലേക്ക് ഇറങ്ങാം. ആ ആയിക്കോട്ടെ സർ എന്ന് ഭൂമിയും പറയാണ്. അങ്ങനെ സത്യം വണ്ടിയിലേക്ക് കയറുമ്പോഴേക്കും ഭൂമിനെ ഒന്ന് നോക്കാണ്. ഭൂമി ടാറ്റ കൊടുക്കുന്നുണ്ട്. പെട്ടെന്ന് സത്യൻ 22 വർഷം മുമ്പ് തന്റെ മകൾ ടാറ്റ കൊടുത്തത് എങ്ങനെയാണോ ആ രീതിയിൽ പോലെ തോന്നുക കേട്ടോ. സത്യന് ഭയങ്കര സന്തോഷവും വിഷമവും ഒക്കെ തോന്നുന്നുണ്ട്. വേഗം തന്നെ സത്യൻ പുറത്തേക്ക് ഇറങ്ങിയിട്ട് ഭൂമിയുടെ അടുത്തേക്ക് ഓടി വരുവാണ്. എന്താ സർ, എന്തു പറ്റി, എന്താ കാറിൽ നിന്ന് പെട്ടെന്ന് ഇറങ്ങിയത്? അതെ എനിക്ക് ഭൂമി കുറച്ച് കളവം ചേർത്ത് തരോ? ആ അതിനെന്താ എന്ന് പറഞ്ഞിട്ട് കയ്യിലുണ്ടായിരുന്ന ചന്ദനം കുറച്ച് എടുത്തിട്ട് നമ്മുടെ ഭൂമി സത്യന്റെ നെറ്റിയിൽ ചാർത്തി കൊടുക്കാട്ടോ. അത് ചാർത്തുമ്പോൾ പെട്ടെന്ന് സത്യന് വീണ്ടും തന്റെ മകളെ കുറിച്ചൊക്കെ ഓർമ്മ വരുവാണ്. സത്യന്റെ കണ്ണൊന്നും നിറയുന്നുണ്ട്. എന്നാ പോട്ടെ ഭൂമി, കാണാം എന്ന് പറയാണ്. ആ ശരി സർ എന്ന് പറയാണ്. അങ്ങനെ സത്യൻ വണ്ടിയിലേക്ക് കയറുന്നുണ്ട്. ഭൂമിനെ നോക്കുന്നുണ്ട്, ഭൂമി സത്യനെയും നോക്കുന്നുണ്ട്. രണ്ടുപേരും പരസ്പരം മുഖത്തോട് മുഖം നോക്കാണ്. സത്യനെ പഴയ കാര്യങ്ങളൊക്കെ ഓർമ്മ വരട്ടെ, തന്റെ മോളെ എടുത്തതും കൊഞ്ചിച്ചതും കടയിലേക്ക് പോയതും സൈക്കിൾ ചവിട്ടാൻ പഠിപ്പിച്ചതും ഓടി നടന്നതും എല്ലാം തന്നെ ആലോചിച്ച് സത്യന്റെ കണ്ണ് നിറയാട്ടോ. അങ്ങനെ സത്യനും ഭൂമി അവിടെ വെച്ച് കണ്ട് മുട്ടി പിരിയുന്ന ഭാഗത്തോടെയാണ് ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത്. നാളത്തെ പ്രൊമോയിൽ കാണിക്കുന്നത് നമ്മുടെ ഭൂമി നമ്മുടെ പോലീസ് സ്റ്റേഷനിൽ എല്ലാവർക്കും പായസം വിതരണം ചെയ്യാണ്. തന്റെ അച്ഛന്റെ പിറന്നാളാണല്ലോ, അതുകൊണ്ട് പായസം വിതരണം ചെയ്യാണ്. കൂട്ടത്തിൽ അജയ്ക്കും കൊടുക്കുന്നുണ്ട്. അജയ് പറയുന്നുണ്ട്, താനോ തരികിട, അപ്പൊ തന്റെ അച്ഛൻ എത്ര തരികിട ആയിരിക്കും എന്ന് ആലോചിച്ച് ചിരിക്കണമെന്ന് പറഞ്ഞിട്ട് അജയ് പൊട്ടിച്ചിരിക്കാട്ടോ. അത് കേൾക്കുമ്പോൾ ഭൂമിയുടെ കണ്ണ് നിറയാണ്. അപ്പൊ അജയന്റെ മുഖം ഒന്ന് മാറും കേട്ടോ. സോറി ഭൂമി, തന്റെ അച്ഛൻ തനിക്ക് അത്രമാത്രം ഇതാണ് ഇമ്പോർട്ടന്റ് ആണെന്ന് ഞാൻ അറിഞ്ഞില്ല, സോറി, ഞാൻ അങ്ങനെ തമാശക്ക് പറഞ്ഞതാണെന്ന് പറയുമ്പോ സർ അച്ഛന്റെ കാര്യം പറയുമ്പോൾ എനിക്ക് ഫീൽ ആവും സർ എന്ന് പറഞ്ഞിട്ട് ഭൂമി അവിടെ നിന്ന് പോവാട്ടോ. സോറി ഭൂമി എന്ന് അജയും പറയുന്നുണ്ട്. അങ്ങനെ ഭൂമി അവിടെ നിന്ന് പോകാണ്. അജയ് ആ പായസം എടുക്കുന്നുണ്ട്. ആ ഒരു ഭാഗത്തോടെ പ്രൊമോ തീരുന്നു കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.